അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാസാല അബ്ദീ ബിന്നവാഫിലി യഖ്റുബൂ മാസാല അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. എൻ്റെ അടിമകൾ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ എന്നിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുമെന്നാ പറയുന്നത്. മാസാല അബ്ദീ, എന്റെ അടിമ എന്നിലേക്ക് അടുക്കും. വമാ യസാലു അബ്ദി വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബു ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. ഒരാൾ സുന്നത്തുകളൊന്നും കൈവെടിയാതെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയാൽ, രാവിലെ എണീറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരു സുന്നത്ത് പോലും ഒരാളെ നഷ്ടപ്പെടുത്താതിരുന്നാൽ, രാവിലെ എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ സുന്നത്തുകൾ ജീവിതത്തിൽ ഒന്നുപോലും കൈവിടാതെ, ഹറാമുകൾ ചെയ്യാതെ, തെറ്റുകൾ ചെയ്യാതെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരാളായി നമ്മൾ മാറിയാൽ, അല്ലാഹു തആല പറയുന്നുണ്ട്, ഹത്താ ഉഹിബ്ബ, അവനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് സുന്നത്തുകൾ ഒരുപാട് ചെയ്യണം. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അയാളുടെ ചെവി ഞാനായി മാറും. ഇതാരാ പറയുന്നത്? അല്ലാഹു പറയുകയാണ്. ഒരു ഖുദ്സിയായ ഹദീസാണ് പ്രിയപ്പെട്ടവരെ, ഖുദ്സിയായ ഹദീസാണിത്. കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അയാൾ കേൾക്കുന്ന ചെവി അത് എൻ്റെ ചെവിയായി മാറും. പിന്നെയോ വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് എൻ്റെ കണ്ണായി മാറും. അവന്റെ പിടിക്കുന്ന കയ്യ് അത് എൻ്റെ കൈയായി മാറും. അവൻ നടക്കുന്ന കാല് അത് എൻ്റെ കാലായി മാറും. വഇൻ സഅലനി, അവൻ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. എന്നോട് അഭയം തേടിയാൽ ഞാൻ അയാൾക്ക് അഭയം നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്താ? നിങ്ങളിവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടോ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണിത്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാ. എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയും നമ്മുടെ കൈയും നമ്മുടെ കാലും അള്ളാഹുവിൻ്റെതാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ അള്ളാഹുവിൻ്റെതാകുമ്പോഴാണ് നമ്മളൊരു വലിയായി മാറുന്നത്. എൻ്റെ കണ്ണ് അള്ളാഹുവിൻ്റെ കണ്ണായി മാറിയാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഖൽബ് വായിച്ചെടുക്കാൻ എനിക്ക് കഴിയും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. എൻ്റെ കണ്ണ് അള്ളാഹുവിൻ്റെ കണ്ണായി മാറിയാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഖൽബ് ഞാൻ വായിച്ചു തരാം. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ. അള്ളാഹു തന്നിട്ടില്ല. ഖൽബ് വായിച്ചെടുക്കാൻ, ഹൃദയം വായിച്ചെടുക്കാനുള്ള വഴി അള്ളാഹു തന്നിട്ടില്ല. പക്ഷേ സുന്നത്തുകളെല്ലാം പെരുപ്പിച്ച് അള്ളാഹുവിന്റെ വലിയനെ പോലെ ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ ഖൽബ് വായിക്കാൻ കഴിയും. കാരണം ഈ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാണ്. അള്ളാഹുവിന് നമ്മുടെ ഖൽബ് വായിക്കാൻ പറ്റുമോ? അള്ളാഹിന് ഖൽബ് വായിക്കാൻ പറ്റൂലേ? എന്നാൽ നമ്മൾക്കും പറ്റും. കാരണം എന്താ? ഈ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണാണ്. ഈ ചെവി അള്ളാഹുവിന്റെ ചെവിയാണ്. ഈ കൈകൾ അള്ളാഹുവിന്റെ കൈകളാണ്. ഒരു ട്രെയിൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിനെ നിർത്താൻ അള്ളാഹുവിന് സാധിക്കോ? സാധിക്കും. എന്നാൽ ഈ കൈ അള്ളാഹുവിന്റെ കൈയായാൽ ട്രെയിനിനെ നിർത്താൻ ആർക്ക് പറ്റും? ഒരു വലിയന് പറ്റും. എന്നാൽ വലിയ ട്രെയിൻ നിർത്താനൊന്നും പോകില്ല. ഫ്ലൈറ്റ് ഇറക്കാനും ട്രെയിൻ വലിയ പോകില്ല. വലിയന് പറ്റും, വലിയന് സാധിക്കും. ഈ കൈ അള്ളാഹുവിന്റെ കൈയായി മാറിയാൽ തകർന്നു വീഴുന്ന ബിൽഡിങ്ങുകൾ പിടിച്ചു വെക്കാൻ പറ്റും. സഞ്ചരിക്കുന്ന ട്രെയിനിനെ നിർത്താൻ പറ്റും. പറക്കുന്ന ഫ്ലൈറ്റുകളെ നിർത്താൻ പറ്റും. ഈ കൈ അള്ളാഹിന്റെ കൈയായി മാറണം. ഈ കൈ അള്ളാഹുവിന്റെ കൈയായി മാറും. വലിയാകുമ്പോഴാണ് ഈ കൈ അള്ളാഹിന്റെ കൈയായിട്ട് മാറുക. പക്ഷേ ഒരു വലിയും സഞ്ചരിക്കുന്ന ട്രെയിനിനെ നിർത്താൻ പോവില്ല.
ഒരു വലിയ പറക്കുന്ന ഫ്ലൈറ്റിന് നിർത്താൻ പോകില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കൾ കറാമത്തുകൾ കാണിക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിലാണ്. മഹാനായ അജ്മീർ ഖാജാ ശൈഖ് മുഈനുദ്ദീനുൽ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വളരെ ചെറുപ്പത്തിലെ ദീനിയായി ജീവിച്ച പ്രഗത്ഭനായ മഹാനാണ്, പണ്ഡിതനാണ്, സൂഫി വര്യനാണ്. മദീനയിലിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വപ്നം കാണുന്നത്. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണം. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇറാഖിൽ വളർന്ന ഒരാൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഇന്ത്യയിലേക്ക് കടന്നു വന്ന് അജ്മീരിലേക്കാണ് എത്തുന്നത്. രാജസ്ഥാനിലെ രജപുത് ചൗഹാനാണെന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് അനുയായികളും അനാസാഗറിൽ നിന്ന്, അവിടെയുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നത്, അംഗസ്നാനം വരുത്തുന്നതൊക്കെ കണ്ടപ്പോ അവിശ്വാസികളായ ആളുകൾക്ക് പ്രയാസം തോന്നി. അവര് പരാതി പറഞ്ഞു രാജാവിനോട്. രാജാവ് ഇദ്ദേഹത്തെ തടയാൻ വേണ്ടി അവിടേക്ക് കടന്നു വന്നു. രാജാവ് യുദ്ധം ചെയ്യാനും തടയാനും വന്നു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇനി മേലാൽ ഇതിൽ നിന്ന് വെള്ളം എടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഒരു പാത്രം കൊണ്ടുപോയി ഒരു പാത്രം വെള്ളമെടുക്കാൻ പറഞ്ഞു. ആ പാത്രം വെള്ളം എടുത്തപ്പോഴേക്കും ആ നാട്ടിലുള്ള എല്ലാ നദികളും എല്ലാ പുഴകളും കുളങ്ങളും കിണറുകളും വറ്റിയെന്ന് ചരിത്രത്തിൽ കാണുന്നുണ്ട്. അത് നിഷേധിക്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഇത് കഴിയും അള്ളാഹുവിന്റെ വലിയന്. അങ്ങനെ വെള്ളമില്ലാതെ എല്ലാ വെള്ളവും പറ്റിയപ്പോഴാണ് മാപ്പ് ചോദിക്കണമെന്ന് രാജാവിനോട് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. രാജാവ് മാപ്പ് ചോദിക്കുന്നതിന് പകരം സാഹിറന്മാരെ, മജീഷ്യന്മാരെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആക്രമിക്കാനാണ് ശ്രമം നടത്തുന്നത്. ആ ശ്രമം പരാജയപ്പെട്ടപ്പോഴാണ് രാജാവ് മാപ്പ് ചോദിക്കുന്നത്. നേരത്തെ എടുത്ത വെള്ളം അതേ കുളത്തിൽ കൊണ്ടുപോയി ഒഴിക്കാൻ പറഞ്ഞപ്പോഴാണ് ആ നാട്ടിലുള്ള കിണറുകളിലും പുഴകളിലുമെല്ലാം വെള്ളം തിരിച്ചു കിട്ടിയത്. ഇതൊക്കെ വളരെ അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ വരെ എഴുതപ്പെട്ട സംഭവങ്ങളാണ്. ഓതന്റിക്കായ അക്കാഡമിക്സ് ഇത് എഴുതൂല. കാരണം അവരുടെ യുക്തി യോജിക്കാത്തത് കൊണ്ട് ഇനി അറിഞ്ഞാലും കണ്ടാലും അവരെഴുതി വെക്കൂല. അത് വേറെ വിഷയം. അപ്പൊ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഒരു വലിയ അത്യാവശ്യ ഘട്ടങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള കറാമത്തുകൾ കാണിക്കുക. അമാനുഷികത എന്നതിന് പറയാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മനോഹരമായി നിങ്ങൾ വിരിച്ചു വെച്ചിരിക്കുന്ന ഇന്റർലോക്കിന്റെ ഇടയിൽ നിന്ന് ഒരു പശുക്കുട്ടിയെ പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? കൊണ്ടുവരാൻ സാധിക്കുമോ? ഇല്ല. പക്ഷേ ഇവിടെ ഒരു വലിയുണ്ട് എന്ന് സങ്കല്പിക്കുക. മൂപ്പരിങ്ങനെ ഇതിനിടയിൽ നിന്ന് പശുക്കുട്ടി വരണമെന്ന് മൂപ്പര് പറയില്ല. പറയും ഏതൊരു ഘട്ടത്തിലെ ഇസ്ലാമിന് വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ നിങ്ങളുടെ റബ്ബിന് അങ്ങനൊരു കഴിവുണ്ടെങ്കിൽ അത് കാണിക്കുക എന്ന് ഏതെങ്കിലും മുസ്ലിമീങ്ങളായ അവിശ്വാസികളായ ആളുകൾ വന്ന് ആവശ്യപ്പെടുമ്പോൾ ഒരുപക്ഷെ അവർ അള്ളാഹുവിനോട് ചോദിച്ചേക്കാം. അങ്ങനെയാണ് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം വിജനമായ പാറക്കെട്ടുകളുടെ ഇടയിൽ നിന്ന് ഒരു ഒട്ടകക്കുട്ടിയെ കൊണ്ടുവരുന്നത്, ഒട്ടകത്തെ കൊണ്ടുവരുന്നത്. വിജനമായ പാറക്കൂട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഒട്ടകം പ്രസവിക്കുക? പാറയ്ക്ക് ഒട്ടകത്തെ പ്രസവിക്കാനുള്ള കഴിവുണ്ടോ? യുക്തി വെച്ച് ചിന്തിക്കുക. ഉണ്ടോ? ഒരു പാറ എങ്ങനെയാണ് ഒരു ഒട്ടകത്തെ പ്രസവിക്കുന്നത്? പക്ഷേ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയും അള്ളാഹു തആല പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഒട്ടകത്തെ പ്രസവിപ്പിക്കുകയും ചെയ്തു. ഒട്ടകം നടന്നുകൊണ്ട് മുന്നിലേക്ക് വന്നു. ഇതെന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഖുർആനിൽ പറഞ്ഞു എന്ന കാരണത്താലാണ്. അല്ലെ, ഖുർആനിൽ പറഞ്ഞത് കൊണ്ടാണ്. ഇത് ഖുർആനിലില്ല, ഇത് ഹദീസുകളിലാണുള്ളതെങ്കിൽ നമ്മൾ വിശ്വസിക്കൂല. കാരണം നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. ഈ സംഭവം സംഭവിച്ചത് തന്നെയാണല്ലോ. ഈ സംഭവം സംഭവിച്ചത് തന്നെയാണ്. കാരണം ഖുർആനിലുണ്ട്. ഇനി ഈ സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ സംഭവിച്ച അതേ സംഭവം ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിലാണ് പറഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുമോ? സ്വഹീഹുൽ ബുഖാരിയിലില്ല, സ്വഹീഹ് മുസ്ലിമിലില്ല, പിന്നെ സിഹാഹു സിത്തയിലുള്ള ഒരു ദഈഫായ ഹദീസാണ്. പക്ഷെ ഈ സംഭവം സംഭവിച്ചതാണ്. ഉള്ളതില്ല ഒരു ദഈഫായ ഹദീസിലാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കൂല. അതാണ് നമ്മുടെ ഈമാനിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചത് നമുക്ക് തള്ളി പറയാൻ പറ്റുമോ? ഖുർആനിൽ പറഞ്ഞത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. അതേപോലെ പ്രിയപ്പെട്ടവരെ, സ്വഹീഹുൽ ബുഖാരിയും മുസ്ലിമും സിഹാഹു സിത്തയും പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കണം. അതേപോലെ ദഈഫായ ഹദീസുകൾ പറയുമ്പോൾ
അത് തെളിവുകൾക്ക് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിന്റെ ഒരു തെളിവിന് വേണ്ടി, ഹുജ്ജത്തിന് വേണ്ടി പ്രാമാണികമായ തെളിവുകൾ അവതരിപ്പിക്കുമ്പോൾ ലഈഫായ ഹദീസ് ബാധകമല്ല. അല്ലാതെ അമല് ചെയ്യാൻ നമ്മൾക്കതിനെ ഉപയോഗപ്പെടുത്താം. ഏതെങ്കിലും ഖുർആനിന്റെ തഫ്സീറിലാണ് ഈ സംഭവം പറയുന്നതെങ്കിൽ ആളുകൾ പറയും അത് എന്താണ്, ഇസ്രാഈലിയത്താണെന്ന് പറയും. അങ്ങനെ പറയാം. ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ തഫ്സീറിൽ പറയുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ അത് ഇസ്രാഈലിയത്താണ്. ഞാൻ ചോദിക്കട്ടെ, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഖുർആനിൽ ഉൾപ്പെടുത്തിക്കാൻ സാധിക്കുമോ? പറ്റോ? ആദം നബിയുടെ കാലം മുതലുള്ള നബിത്തങ്ങളുടെ കാലം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഖുർആൻ ഉൾക്കൊള്ളിച്ചാൽ ഒരു 100 വാള്യം വേണ്ടി ഒരു ഖുർആൻ സംക്ഷിപ്തമാണ്, ജാമിഉം മാനിയാണ്. 30 ജുസ്ഇൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തി, എല്ലാം ഉൾപ്പെടുത്താൻ ഖുർആനിൽ കഴിയില്ല. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നത് അബദ്ധമാണത്, അബദ്ധമായ ചിന്തയാണത്. അപ്പോ തെളിവുണ്ട്. ഹദീസുണ്ട്, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസുണ്ട്. അള്ളാഹുവിന്റെ വലിയനെ കൈകൾ കൊണ്ട് തടഞ്ഞാൽ രോഗത്തിന് ശിഫ നൽകാൻ സാധിക്കുമെന്ന്. അല്ലാഹു തആല ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന് ആവശ്യക്കാരായ പ്രവാചകന്മാരെയാണ് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്. മൂസാ നബിയുടെ കാലത്ത് മജീഷ്യന്മാരായിരുന്നു, സാഹിറന്മാർ, സിഹർ ചെയ്യുന്ന മാരണക്കാരുടെ കാലം. മുതുകാടിനെ പോലെ കുറെ മാജിക് കാണിക്കുന്ന ടീമാണ് മൂസാ നബിയുടെ കാലത്തുണ്ടായത്. അപ്പൊ ആ കാലഘട്ടത്തിന് ആവശ്യമുള്ളൊരു പ്രവാചകനെ പറഞ്ഞയച്ചു. അവരെക്കാളും വലിയ മാജിക് ആര് കാണിച്ചു? മൂസാ നബി കാണിച്ചു. അവരുടേത് മാജിക് ആണെങ്കിൽ ഇത് റിയാലിറ്റി ആയിരുന്നു. റിയാലിറ്റിയുടെ മുമ്പിൽ എല്ലാ മാജിക്കുകളും തകർന്നു പോകും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് രോഗങ്ങളെ ശിഫയാക്കുന്ന വേറൊരു ടീമായിരുന്നു, ചികിത്സയുടെ കാലമായിരുന്നു അത്. ആ കാലഘട്ടത്തിലേക്കാണ് അവരെക്കാളും വലിയ ചികിത്സക്കാരനെ അല്ലാഹു തആല പറഞ്ഞേക്കുന്നത്. വെള്ളപ്പാണ്ടുകാരന് ശിഫ നൽകുന്നു, കണ്ണുപൊട്ടന് കാഴ്ചശക്തി നൽകുന്നു, മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നു. അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണല്ലോ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ സഹായത്തോടെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മരിച്ച ആളുകളെ ജീവിപ്പിക്കുന്നു. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇത് ഏതെങ്കിലും തഫ്സീറിലാണ് പറഞ്ഞതെങ്കിൽ ആളുകൾ ട്രോളാൻ തുടങ്ങും, അത് കള്ളമാണെന്ന് പറയും. ഇപ്പൊ ഈസാ നബി മരിച്ച ആളുകളെ ജീവിപ്പിച്ചത് ഖുർആനിൽ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അന ഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ സമ്മതത്തോടെയാണ് ഞാൻ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുന്നത് എന്ന് ഈസാ നബി അലൈഹിസ്സലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉള്ളതാണെന്ന് സമ്മതിച്ചില്ല, ഖുർആനിൽ ഉള്ളത് കൊണ്ട് ഇല്ലേ? ഇനി ഞാൻ ഈ സംഭവം ഇത് സംഭവിച്ച സംഭവമാണ്, പക്ഷെ ഇത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇത് ഏതെങ്കിലും തഫ്സീറിലാണ് ഈ വിഷയം പറഞ്ഞത് എങ്കിൽ എന്താ പറയാ? ഇത് ഇസ്രാഈലിയത്താണ്, ഇത് കെട്ടുകഥയാണെന്നാണ് ആര് പറയാ? ഇന്നത്തെ പുത്തനാശയക്കാർ പറയാ, യുക്തിവാദികൾ പറയാ. സംഭവം സംഭവിച്ചിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ഇതുപോലെ സംഭവിച്ച എത്രയോ സംഭവങ്ങൾ പറയപ്പെടാത്തതുണ്ട്, അത് തഫ്സീറിൽ ഉണ്ടാകും. അതിനെ യുക്തിവാദികൾ എന്ത് പറയും, അല്ലെങ്കിൽ പുത്തനാശയക്കാർ എന്ത് പറയും? അത് കെട്ടുകഥകളാണെന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ഖുർആനിൽ വന്നത് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന വിശ്വാസം തന്നെ അബദ്ധമാണ്. ഖുർആനിൽ വന്നത് ഒരിക്കലും നമ്മൾക്ക് അവിശ്വസിക്കാൻ പറ്റൂല. അതേപോലെ തഫ്സീറുകളിൽ വന്നത് നമ്മൾ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ഖുർആനിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതുപോലെ ആയിരക്കണക്കിന് സംഭവങ്ങൾ അറിയും സംഭവിക്കും. ഒരു ഉദാഹരണമേ ഖുർആൻ പറയുള്ളൂ. ഈസാ നബി അലൈഹിസ്സലാമിനെ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ അള്ളാഹുവിന്റെ വലിയനും മരിച്ചുപോയ ഒരാളെ ജീവിപ്പിക്കാൻ കഴിയും. അത് അയാളുടെ കഴിവല്ല, ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ സമ്മതത്തോടെ മാത്രമേ ഒരു വലിയ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുകയുള്ളൂ. വലിയന്റെ കഴിവല്ല, അള്ളാഹ് കൊടുക്കുന്ന കഴിവ്. എന്ന് വെച്ച് ഔലിയാക്കന്മാരൊക്കെ മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ നിൽക്കുന്നില്ല. അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അവരത് ഉപയോഗപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രഭാഷണങ്ങളിൽ കള്ളക്കറാമത്തുകളുടെ കഥകളൊക്കെ പറയുമ്പോ മുഅ്ജിസാത്തുകളെ, കറാമത്തുകളെ തള്ളിപ്പറയരുത് പ്രിയപ്പെട്ടവരെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന ചന്ദ്രനെ 2 കഷ്ണമായി പിളർത്തണമെന്ന് പറഞ്ഞു. ചന്ദ്രൻ 2 കഷ്ണമാവണം. അത് കേട്ടിട്ടില്ലേ? ചന്ദ്രൻ 2 കഷ്ണമാവണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ചന്ദ്രൻ 2 കഷ്ണമായി പിളരാൻ വേണ്ടി.
അന്ത്യനാൾ നിങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട്, ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തിട്ടുണ്ട്, ചന്ദ്രൻ 2 കഷ്ണമായി പിളർന്നിട്ടുണ്ട്. ഇത് ഖുർആനിൽ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല, സുന്നികൾ അങ്ങനെയല്ല. യുഅ്മിനൂന ബിൽ ഗൈബി, നമ്മുടെ യുക്തികൾക്കപ്പുറത്തുള്ളതും വിശ്വസിക്കണമെന്നാ പറയുന്നത്. വിശ്വാസികളെ കുറിച്ച് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടത് മാത്രം വിശ്വസിക്കേണ്ടവരല്ല നമ്മൾ. ചിന്തകൾക്ക് യുക്തിക്കതീതമായത് മാത്രം ചിന്തിക്കേണ്ടവരല്ല നമ്മൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അലിഫ് ലാം മീം, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതൊരു പക്ഷേ യുക്തിക്ക് യോജിച്ചു കൊള്ളണമെന്നില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, നിന്റെ ചങ്ങാതി ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ. ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയത്രേ. 2-3 മാസം യാത്ര ചെയ്യേണ്ട ബൈത്തുൽ മുഖദ്ദസിൽ പോയി പ്രവാചകന്മാർക്ക് നേതൃത്വം നൽകി നിസ്കരിച്ച് തിരിച്ചു വന്നുവത്രേ. ഈ പൊള്ളത്തരങ്ങൾ വിശ്വസിക്കാൻ സിദ്ദീഖേ നീ തയ്യാറുണ്ടോ? മഹാനായ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നത്, എന്റെ സുഹൃത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ചങ്ങാതി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്റെ സുഹൃത്ത് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ അത് വിശ്വസിച്ചു. എന്റെ സുഹൃത്ത് ഇതിനേക്കാളും വലുത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. കാരണം അവൻ സത്യസന്ധനാണ്, ഹബീബ് കള്ളം പറയൂല, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നബി തങ്ങളോടൊരു സംശയം പോലും ചോദിച്ചില്ല. നബി തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ പോയോ നബിയെ, അങ്ങനെ സംഭവിച്ചോ നബിയെ, എന്താ തെളിവ്, ആരൊക്കെ കണ്ടു, എവിടെയൊക്കെ പോയി എന്ന് ചോദിച്ചില്ല. ശത്രുക്കൾ പറയുമ്പോഴേക്കും യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങളിലുടനെ വിശ്വസിച്ചു. അവിടെ തെളിവ് ചോദിച്ചില്ല, എന്താ യുക്തി എന്ന് ചോദിച്ചില്ല. യുക്തിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സിദ്ദീഖ് തങ്ങൾക്ക് ചോദിക്കാമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനത് വിശ്വസിക്കുന്നു എന്നാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ ഈമാനും സിദ്ദീഖ് തങ്ങളുടെ ഈമാനും ഒരു തുലാസിലിട്ടാൽ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ് ഫലമുണ്ടാവുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് ചൊല്ലുവേൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്. സിദ്ദീഖ് തങ്ങൾ വലിയ നിസ്കാരക്കാരനായതുകൊണ്ടല്ല, സിദ്ദീഖ് തങ്ങളെക്കാളും വലിയ നിസ്കാരക്കാരനായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ. സിദ്ദീഖ് തങ്ങൾ വലിയ സ്വതക്ക കൊടുക്കുന്ന ഉദാരവാനായതുകൊണ്ടല്ല, ധർമ്മിഷ്ഠനായതുകൊണ്ടല്ല. സിദ്ദീഖ് തങ്ങളെക്കാളും വലിയ ധർമ്മിഷ്ഠനായിരുന്നു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങള് രാത്രി ഉറക്കൊഴിക്കുന്നത് കൊണ്ടല്ല. പിന്നെന്താണ് സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ ഈമാനിനേക്കാളും ബലമുണ്ടായത്? അള്ളാഹുവിന്റെ ഹബീബിനോട് അന്ധമായ പ്രണയമായിരുന്നു, അന്ധമായ സ്നേഹമായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ആ സ്നേഹമാണ് ലോകത്തുള്ള വിശ്വാസികളെക്കാളും വലിയ ഈമാൻ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ലഭിക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, സിദ്ദീഖ് തങ്ങളെക്കാളും നോമ്പ് നോറ്റ സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെക്കാളും കൂടുതൽ തഖ്വയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. കല്യാണം പോലും ഞാൻ കഴിക്കുന്നില്ല, ഇനി മേലാൽ ഞാൻ ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദിവസം മുഴുവനും ഞാൻ നിസ്കരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇനി മേലാൽ ഞാൻ രാത്രി ഉറങ്ങൂല, എപ്പോഴും ഞാൻ രാത്രി നിസ്കരിക്കുമെന്ന് പറഞ്ഞ സ്വഹാബാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇനി മേലാൽ ഞാൻ ഭക്ഷണം കഴിക്കൂല, ഇനി എപ്പോഴും എനിക്ക് നോമ്പാണ് എന്ന് പറഞ്ഞ സ്വഹാബാക്കളും ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സിദ്ദീഖ് തങ്ങൾ അവരെ പോലെ ഇബാദത്ത് ചെയ്ത ആളല്ല. പക്ഷെ അവരെക്കാളും മുൻകടക്കാനുള്ള കാരണം സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് അന്ധമായ പ്രേമമായിരുന്നു, അന്ധമായ സ്നേഹമായിരുന്നു. കാര്യകാരണം നോക്കാതെ, കാര്യകാരണ സഹിതം ഓരോ വിഷയങ്ങൾ പഠിക്കാതെ, യുക്തി വെച്ച് കാര്യങ്ങൾ ചിന്തിക്കാതെ നബി തങ്ങൾ പറഞ്ഞോ പിന്നെ സംശയമില്ല. അത് തന്നെയല്ല നമ്മളും ആവേണ്ടത്. ഈ ഹദീസിൽ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, അള്ളാന്റെ കൈയാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞോ, എന്നാൽ അത് സംഭവിക്കും. അള്ളാഹുവിന്റെ കണ്ണാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞോ, എന്നാൽ അത് സംഭവിക്കും. അള്ളാഹുവിന്റെ നാവാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞോ, എന്നാൽ
എന്നാൽ അത് സംഭവിക്കും. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നത്. അതല്ലാതെ സംശയത്തോടെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സ്വതക്കയുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ഇപ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിൽ വിശ്വാസമില്ലാത്ത ഒരാളുടെ ഈമാൻ പരിപൂർണമല്ല എന്ന് മനസ്സിലാക്കണം. കോയോട് മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകി പാറപ്പിച്ച് വിട്ടോവാർ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിന്നു കഴിഞ്ഞ എല്ലിനോട് കൂക് എന്ന് പറഞ്ഞപ്പോ, കൂവാൻ പറഞ്ഞപ്പോ കോഴി ഒറിജിനൽ കോഴിയായിട്ട് പറന്നുപോയി. ആരുടേതാണ്? മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നിങ്ങൾക്ക് ഇതിൽ അത്ഭുതം തോന്നുന്നുണ്ടോ? അതേപോലെ തന്നെയല്ല ഈ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു വലിയ അങ്ങനെ ചെയ്തുകൂടാ എന്നെന്താ? ചെയ്തൂടെ? ഓരോ കാലഘട്ടത്തിലും അല്ലാഹു ഔലിയാക്കളെ പറഞ്ഞേക്കുന്നുണ്ട്, മുജദ്ദിദീങ്ങളെ പറഞ്ഞേക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും വലിയുണ്ട്. പച്ചത്തട്ടമിട്ട് നടക്കുന്നവരല്ല പ്രിയപ്പെട്ടവരെ വലിയാവണമെങ്കിൽ പച്ചത്തട്ടം വേണമെന്നില്ല, വലിയാവണമെങ്കിൽ കന്ധൂറ വേണമെന്നില്ല, വലിയാണെങ്കിൽ തലയിൽ തലപ്പാവ് വേണമെന്നില്ല, വലിയാണെങ്കിൽ നീട്ടിവെച്ച താടി വേണമെന്നില്ല. അള്ളാഹു ചില ആളുകൾക്ക് വിലായത്തിന്റെ പദവി നൽകുന്നത് അവരുടെ ജീവിതത്തിന്റെ സൂക്ഷ്മത നോക്കിയിട്ടാണ്. മഹാനായ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ ചെയ്തതുപോലെ നാവ് കൊണ്ട് മരിച്ചുപോയ ഒരു മനുഷ്യനോട് ജീവിക്കാൻ പറഞ്ഞാൽ, തിന്നുകഴിഞ്ഞ കോഴിയോട് കൂവാൻ പറഞ്ഞാൽ, ഇതൊക്കെ വളരെ സിമ്പിളാണ്, നിഷേധിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ യുക്തിവാദികളുടെ നിരന്തരമായ പ്രചരണങ്ങളിൽ നിന്ന് നമ്മുടെ ഇസ്ലാമിനോടുള്ള കമ്മിറ്റ്മെന്റ് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മൾ പോലും യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ബുദ്ധിയെ വിഖാന്തരം പ്രാപിക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മുടെ ബുദ്ധിയെ അവർക്ക് അടിമപ്പെടാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. മഹാനായ അല്ലാമ ഇഖ്ബാൽ പാടുന്നൊരു കവിതയുണ്ട്. ദേവൽവലേ ശൗഖ് ജിസേ ലദ്ദത്തെ പർവാസ് कर सकता है वो ज़र्रा महो महर को ताराज दे वलवले शौक जिसे लद्दते परवाज कर सकता है वो ज़र्रा महो महर को ताराज. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഖൽബിന്റെ അകത്തളങ്ങളിൽ പറക്കാനുള്ള തീവ്രമായ ആഗ്രഹമുണ്ടായാൽ, ഒരാളുടെ ഖൽബിന്റെ അകത്തളങ്ങളിൽ പറക്കണമെന്നുള്ള തീവ്രമായ ആവേശമുണ്ടായാൽ, തീവ്രമായ ആഗ്രഹമുണ്ടായാൽ, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായാൽ, പറക്കണം, ഉയരണം, പഠിക്കണം, ഉന്നതങ്ങളിൽ എത്തണമെന്നുള്ള ചിന്തയുണ്ടായാൽ, ചന്ദ്രനെയും സൂര്യനെയും മറികടന്ന് അതിനപ്പുറത്തേക്ക് എത്താൻ ആ ഒരു ചിന്ത മതി, ആ ഒരു താല്പര്യം മതി. ആ ചെറിയ ഒരു ആവേശമെന്നുള്ള അണുവിനെ, തീവ്രമായ ആഗ്രഹമെന്ന് പറയുന്ന ആ അണുവിനെ, സൂര്യനെയും ചന്ദ്രനെയും മറികടന്നുകൊണ്ട് അതിന്റെ പുറത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്നാണ് മഹാനായ അല്ലാമ ഇഖ്ബാൽ പറയുന്നത്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതം മുഴുവനും പരീക്ഷണങ്ങളിലൂടെ ജീവിച്ച് പ്രയാസങ്ങൾ തിന്ന് അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തപ്പോഴാണ് അല്ലാഹു ഇസ്റാ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു സഹായം നൽകുന്നത്. പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നാളെ സ്വർഗത്തിലെത്തിയാൽ സ്ത്രീകളുടെ നേതാവാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നിങ്ങൾ എവിടെയുണ്ടോ? മുതഅല്ലിമീങ്ങളോട്, നാട്ടുകാരോട് പറയാനുള്ളത്, നാളെ സ്വർഗത്തിലെത്തിയാൽ സ്ത്രീകളുടെ നേതാവാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. സ്ത്രീകളിൽ 4 ആളുകളാണ് പരിപൂർണതയിലെത്തിയത്. സ്ത്രീകളിൽ 4 ആളുകളാണ് പരിപൂർണതയിലെത്തിയത്. അതിലൊരാള് പ്രിയപ്പെട്ടവരെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 4 സ്ത്രീകളാണ് പരിപൂർണതയിലെത്തിയത്. വേറെ ആരും പരിപൂർണതയിലെത്തിയിട്ടില്ല. എന്നാൽ നിങ്ങൾ വിഷയത്തിലേക്ക് വാ. ഖദീജ ബീവിക്ക് പ്രത്യേകതയാണുള്ളത്. ഒരു റക്അത്ത് പോലും ഖദീജ ബീവി നിസ്കരിച്ചിട്ടില്ല. നിസ്കാരക്കാർക്കാണ് പരിപൂർണതയെങ്കിൽ ഒരു റക്അത്ത് പോലും ഫർള് നിസ്കാരം ഖദീജ ബീവി നിസ്കരിച്ചിട്ടേ ഇല്ല.
അല്ലേ? നിസ്കരിച്ചിട്ടുണ്ടോ? ഖദീജ ബീവി ഫർദ് നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു റക്അത്ത് പോലും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഫർദ് നിസ്കരിച്ചിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു നോമ്പ് പോലും നിർബന്ധമായ നോമ്പ് നോക്കിയിട്ടില്ല ഖദീജ ബീവി. നിർബന്ധമായ ഒരു നോമ്പ് പോലും, റമളാനിലെ ഒരു നോമ്പ് പോലും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നോക്കിയിട്ടില്ല. നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്നാൽ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷമാണ് നിസ്കാരം നിർബന്ധമായത്. ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. ഖദീജ ബീവിയുടെ വഫാത്തിന്റെ ശേഷമാണ് പ്രിയപ്പെട്ടവരെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. ഖദീജ ബീവി ഒരു ഹജ്ജ് ചെയ്തിട്ടില്ല, ഉംറ ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല. മഹദിയായ ഖദീജ ബീവി ഇബാദത്തുകളൊന്നുമില്ല. പക്ഷെ ലോകത്ത് പരിപൂർണരായ 4 പെണ്ണുങ്ങളെ എടുക്കുമ്പോൾ, 4 സഹോദരിമാരെ എടുക്കുമ്പോൾ അതിലൊരാൾ ഖദീജ ബീവിയാണ്. ആസിയ ബീവിയുടെ കൂടെ, ഇംറഅത്തു ഇമ്രാൻ ബിൻതു ഇമ്രാനിന്റെ കൂടെ, അതുപോലെ തന്നെ ആസിയ ബീവി ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ, മൂന്നാമതായി മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഒരു റക്അത്ത് പോലും ഫർദ് നിസ്കരിച്ചിട്ടില്ല, ഒരു നോമ്പ് പോലും എടുത്തിട്ടില്ല, ഒരു ഹജ്ജ് ചെയ്തിട്ടില്ല, ഒരു ഉംറ ചെയ്തിട്ടില്ല. പിന്നെങ്ങനെയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഇത്രയും വലിയ മഹത്തായ സ്ഥാനത്തേക്ക് എത്തിയത്? സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബിനെ അന്ധമായി പ്രണയിച്ചു എന്നുള്ളത് തന്നെയാണ്. അന്ധമായി കാര്യകാരണം നോക്കാതെ, കാര്യകാരണ സഹിതം അന്വേഷിക്കാതെ, യുക്തി കൊണ്ട് ചിന്തിക്കാതെ, എന്റെ ഹബീബ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന ചിന്തയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്ധമായി വിശ്വസിച്ചു, അന്ധമായി പ്രണയിച്ചു, അന്ധമായി അനുകരിച്ചു എന്ന കാരണത്താൽ പ്രിയപ്പെട്ടവരെ ഖദീജ ബീവി ഉന്നതങ്ങളിലെത്തി. സ്ത്രീകളിൽ നിന്ന്, പുരുഷന്മാരിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിയത് സിദ്ദീഖാണെങ്കിൽ, പെണ്ണുങ്ങളിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിയത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഖദീജയെ സ്നേഹിച്ചതുപോലെ വേറെ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ ഹിറാ ഗുഹയുടെ മുകളിലേക്ക് ഹിറാ ഗുഹയുടെ മുകളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് 55 പ്രായമുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണത്തിന്റെ പൊതിയുമായിട്ട് ഹിറാ ഗുഹയുടെ മുകളിലേക്ക് ചൊല്ലാറുണ്ടായിരുന്നു. ഹിറാ ഗുഹ ആർക്കാണ് അറിയാത്തത്? എത്രത്തോളം സഞ്ചരിക്കണം ഹിറാ ഗുഹയിലേക്ക്? ഇന്നവിടേക്ക് നടന്നു പോകാൻ സ്റ്റെപ്പ് സംവിധാനം, സ്റ്റെയർകേസ് പോലെ ബംഗാളികളും പാകിസ്ഥാനികളും കൂടി നടപ്പാതയുണ്ടാക്കിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ സ്റ്റെപ്പുകളില്ല, പാറയിൽ കയറണം. വിജനമായ പാറയിലൂടെ 55 വയസ്സ് പ്രായമുള്ള ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷണത്തിന്റെ പൊതിയുമായി അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പോയി കൊടുക്കുമ്പോൾ ഒരു തവണ പോലും എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല. എന്തേ നിങ്ങൾ എന്റെ കൂടെ ചെലവഴിക്കാത്തത് എന്ന് ചോദിച്ചിട്ടില്ല. എന്നെ മടുത്തോ എന്ന് ചോദിച്ചിട്ടില്ല. നമ്മുടെ പെണ്ണുങ്ങളോ 2 ദിവസം എന്തെങ്കിലും തിരക്കായാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ വേണ്ടല്ലേ, ഇപ്പൊ ചങ്ങാതിമാര് മതി, ഇപ്പൊ പള്ളി മതി, ഇപ്പൊ ജോലി മതി എന്നിങ്ങനെ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു ദിവസം പോലും നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്, ഞാൻ ഇനി ഭക്ഷണം കൊണ്ടുവരൂല എന്ന പരാതി പറഞ്ഞിട്ടില്ല. ദിവസങ്ങളോളം ധ്യാനത്തിലിരുന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പേടിപ്പിച്ചു വിട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് പേടിച്ചുകൊണ്ട് പോകുന്നത് ഖദീജയുടെ അടുത്തേക്കാണ്. സമ്മിലൂനി, എന്നെ ഒന്ന് അണച്ചു ചേർക്കണം ഖദീജ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം ഖദീജ. അപ്പോൾ പോലും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, വെറുതെ ഒരാവശ്യവുമില്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഹിറാ ഗുഹയുടെ മുകളിൽ ഇരിക്കുമല്ലോ എന്നല്ല പറഞ്ഞത്. എന്റെ പൊന്നാര ഭർത്താവേ, നിങ്ങൾ വിഷമിക്കണ്ട എന്നാ പറഞ്ഞത്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല എന്റെ പൊന്നാര ഭർത്താവേ. കല്ലാ ലാ യുഖ്സീകല്ലാഹു അബദാ, അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈവിടൂല എന്റെ പൊന്നാര ഭർത്താവേ. അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും, അതുകൊണ്ട് ടെൻഷന് വേണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിച്ച ആളാണ് ഖദീജ ബീവി.
തന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം നബി തങ്ങൾക്ക് ഇനി മുതൽ ഖദീജ ദരിദ്രയാണ്, മുഹമ്മദ് ധനികനാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സർവ്വ സമ്പാദ്യങ്ങളും ഹബീബിന് നൽകിയവരാണ് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. നബി തങ്ങള് പട്ടിണി കിടന്നിട്ട് കരഞ്ഞപ്പോ എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഖദീജ എനിക്ക് പട്ടിണി കിടന്ന് ശീലമുണ്ട് ഖദീജ. എന്നാൽ സമ്പന്നയായ കുടുംബത്തിൽ ജീവിച്ച് സമ്പന്നയായ കുടുംബത്തിൽ വളർന്ന നിനക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ ഖദീജ. എന്റെ കൂടെ കൂടിയതിന്റെ പേരിലല്ലേ നീ ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങളോട് പറഞ്ഞത്, നബിയേ എന്റെ സമ്പാദ്യം മുഴുവനും നിങ്ങളുടേതല്ല നബിയേ, എന്റെ സമ്പാദ്യം എന്റേതല്ല, അത് നിങ്ങളുടേതല്ല നബിയേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെ ആശ്വസിപ്പിച്ച ഖദീജ ബീവി. ആ ഖദീജ ബീവി വഫാത്തായപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് മാനസികമായും ശാരീരികമായും തളർന്നു പോയത്. ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട പത്നി ഇവിടെ പറഞ്ഞപ്പോ അല്ലാഹു തആല ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തില്ല. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ തന്റെ കുടുംബക്കാര് ത്വായിഫിലുണ്ട്, അവരെ കണ്ടാൽ അവരെന്നെ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ശത്രുക്കളുടെ ശർറിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, പീഡനങ്ങളിൽ നിന്ന് എന്റെ കുടുംബക്കാരായ ത്വായിഫുകാരനെ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ പോയി? നേരെ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ നിന്ന് നിരന്തരമായ കൂക്കുവിളികളും പരിഹാസങ്ങളും അള്ളാഹുവിന്റെ ഹബീബിനെതിരെയുള്ള കല്ലേറുകളുമാണ് ലഭിച്ചത്. കാലിൽ നിന്ന് രക്തമൊഴുകി നബി തങ്ങൾ ബോധം കെട്ടു വീണു. കുടിക്കാൻ പോലും വെള്ളം നൽകിയില്ല. നിരാശനായി തിരിച്ചു വരുമ്പോൾ മക്കക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ ഹബീബിനെ മക്കയിലേക്ക് കയറാൻ സമ്മതിച്ചില്ല. എല്ലാവരും തടഞ്ഞു. ഇവിടെ വന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. അവസാനം ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അഭയം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എന്റെ കൂടെ ജീവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അഭയം നൽകിയപ്പോഴാണ് മക്കയിലേക്ക് കയറാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിഷമത്തോടിരിക്കുമ്പോഴാണ് ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പരിശുദ്ധമായ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോകുന്നത്. ഭൂമിയിലുള്ള ആളുകൾക്ക് നിങ്ങളെ വേണ്ട എങ്കിൽ, അവർ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നില്ല എങ്കിൽ, ആകാശത്തുള്ള ഞങ്ങൾക്ക് നിങ്ങളെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു കൊണ്ടുപോകുന്നത്. ഓരോ ആകാശങ്ങളിലേക്ക് കയറുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിക്കാൻ അവിടെ പ്രവാചകന്മാര്, അവിടെ മലക്കുകള്, നബി തങ്ങളെ സ്വീകരിക്കാൻ ബൈത്തുൽ മഖദ്ദസിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് പ്രവാചകന്മാര്. എന്നിട്ട് ആകാശങ്ങളുടെ മുകളിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ഓരോ മാലാഖമാര് കാണിക്കുന്ന ബഹുമാനം, ഇതെല്ലാം കഴിഞ്ഞ് അല്ലാഹുവിനെ കണ്ട് സംസാരിച്ച് ഖാബ ഖൗസൈനി ഔ അദ്നാ, എങ്ങനെയാണ് അമ്പ് ഞാണിനോട് ചേർന്ന് കിടക്കുന്നത്, അത്രത്തോളം അല്ലാഹുവിനോട് ചേർന്ന് കിടന്നിട്ട് സ്വർഗ്ഗം കണ്ടു, നരകം കണ്ടു, ബൈത്തുൽ മഅമൂർ കണ്ടു, അർശ് കണ്ടു, എല്ലാം കണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വന്നു. എങ്ങോട്ട്? മക്കയിലേക്ക് തിരിച്ചു വന്നു. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? ഡിറ്റർമിനേഷൻ ആണ്. ആളുകളെല്ലാം കൈയൊഴിഞ്ഞപ്പോ, ആളുകളെല്ലാം എഴുതിത്തള്ളിയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹുവിലേക്ക് എത്തണമെന്നുള്ള അധമ്യമായ സ്നേഹമാണ്, അങ്ങനെയുള്ള ആഗ്രഹമാണ് അല്ലാഹുവിന്റെ സൂര്യനും ചന്ദ്രനുമെല്ലാം കടന്ന് അല്ലാഹുവിന്റെ മുന്നിലേക്ക് എത്താൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേരിപ്പിച്ചത്. അതാണ് ഇവിടെ മഹാനായ അല്ലാമ ഇഖ്ബാൽ പാടുന്നത്. ജേ വൽവലേ ശൗഖ് जिसे लज्जते परवाज कर सकता है वो दर्रा महो महर को ताराज मुश्किल नहीं याराने चमन मारिके बाज पुरसोज अगर हो नफ्से सीने दर्राज. മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരോടാ പറയുന്നത്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരിവിടെ ഇല്ല അല്ലേ? ഈ അടിവാടിൽ ചെറുപ്പക്കാരില്ല. ഉണ്ടാ? എത്ര വീടുണ്ട് അടിവാടില്? ജമാഅത്തിൽ എത്ര വീടുണ്ട്? 300 വീട്ടിൽ മിനിമം ഒരു ചെറുപ്പക്കാരനെ വെച്ചാലും 300 ചെറുപ്പക്കാരനുണ്ടാണ്. 15 വയസ്സിന്റെയും 30 വയസ്സിന്റെയും ഇടയിലുള്ള മുതഅല്ലിമീങ്ങളല്ലാത്ത ആളുകളൊക്കെ കൈപൊക്കും. മുതഅല്ലിങ്ങളൊന്നും പൊക്കണ്ട. 15 വയസ്സിന്റെയും 30 വയസ്സിന്റെ ഇടയിലുള്ള മുതഅല്ലിമീങ്ങളല്ലാത്ത ആളുകൾ കൈപൊക്കും. അവിടെ പോയി അടിവാടിലൊരു ചെറുപ്പക്കാരില്ലേ? പണ്ടൊക്കെ വന്നപ്പോ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ.
എല്ലാം വിട്ടോ? അതും പരിപാടിയും ദീനൊക്കെ വിട്ടോ? ഫുട്ബോളിന്റെ ജ്വരവും ആവേശവും അതിൽ നിന്ന് ഇതുവരെ മുക്തരായിട്ടില്ലേ? മുശ്കിൽ നഹീ യാറാനെ ചമൻ മഅരികെ ബാസ് പുർസോസ് അഗർ ഹോ നഫ്സേ സീനേ ദർറാജ്. ചെറുപ്പക്കാരെ, മുഷ്കിൽ നഹി യാറാനെ ചമൻ, ഒരു തോട്ടമാകുമ്പോൾ അവിടെ ഒരുപാട് പക്ഷികൾ ഉണ്ടാകും. ബാസ് എന്ന് പറയുന്നത് രാജകിളി, ഫാൽക്കൺ പക്ഷി. രാജകിളി ഉണ്ടാകും, അവിടെ തത്തമ്മകൾ ഉണ്ടാകും, കാക്കകൾ ഉണ്ടാകും, ഫാൽക്കണുകൾ ഉണ്ടാകും, ഈഗകൾ ഉണ്ടാകും, ആനറാഞ്ചി പക്ഷി എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെ പല പക്ഷികളും ഉണ്ടാകും ഒരു തോട്ടത്തിൽ. മുഷ്കിൽ നഹീ യാറാനെ ചമൻ, ഓ തോട്ടത്തിലുള്ള സുഹൃത്തുക്കളെ, അതൊരു പ്രയാസമല്ല, അസാധ്യമല്ല. മഅരികെ ബാസ്, രാജകിളി എന്ന് പറയുന്ന പക്ഷികളുടെ തലതൊട്ടപ്പനായ രാജകിളി, പക്ഷികളുടെ രാജാവ് ഫാൽക്കണിനെ തോൽപ്പിക്കുക എന്നുള്ളത്, ഫാൽക്കണിനോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല. പുർസോസ് അഗർ ഹോ നഫ്സേ സീനേ ദർറാജ്, ഏറ്റവും ചെറിയ പക്ഷിയാണ് കുരുവികള്. ഏറ്റവും ചെറിയ പക്ഷിയാണ് കുരുവികൾ. തിത്തിരി പക്ഷി എന്ന് പറയുന്ന ആ ചെറിയ കുരുവികൾക്ക് പോലും പ്രിയപ്പെട്ടവരെ രാജകിളിയോട് പോരാടി പരാജയപ്പെടുത്താൻ കഴിയും. പക്ഷെ ഉണ്ടാവേണ്ടത് എന്താണ്? അവരുടെ ഹൃദയത്തിനകത്തൊരു ചൂടുണ്ടാവണം. അവരുടെ ഹൃദയത്തിനകത്തൊരു ചൂടുണ്ടാകണം. എന്ത് ചൂട്? ആത്മീയമായ ചൂട്. അല്ലാഹുവിനോടുള്ള ആവേശമുണ്ടാകണം. രാത്രിയായാൽ ഉറക്കമൊഴിച്ച് കളി കാണുമ്പോഴുണ്ടാകുന്ന ആവേശം അല്ലാഹുവിന്റെ ദീനിനോടുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, രാത്രിയുടെ സമയങ്ങളിൽ ഉറക്കൊഴിച്ച് കളി കാണാനുള്ള ആവേശം, ആ ഒരു ഊർജ്ജസ്വലത എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിനോട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോകുന്നത്? ആ തിത്തിരി പക്ഷിയുടെ, കുരുവികളുടെ കൽബിന്റെ അകത്തളങ്ങളിൽ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആരോടും ഞാൻ കീഴ്പ്പെടൂല, ആർക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല, ഒരാൾക്കും ഞാൻ അടിമപ്പണിയെടുക്കൂല, ഒരാളുടെയും താഴെ ഞാൻ നിൽക്കൂല എന്ന ആ ഊർജ്ജസ്വലമായ ചിന്തയുണ്ടെങ്കിലേ തോട്ടത്തിലുള്ള എത്ര ചെറിയ പക്ഷികൾക്കും വലിയ വലിയ ആനറാഞ്ചി പക്ഷികളെ വരെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ടാകുമെന്നാണ് മഹാനായ അല്ലാമാ ഇഖ്ബാൽ പാടുന്നത്. 313 സ്വഹാബാക്കള് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ 313 പേരല്ലേ, ആയിരങ്ങളോട് ഞങ്ങൾ എങ്ങനെയാ യുദ്ധം ചെയ്യുക എന്നവർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ആയുധങ്ങളില്ല, അവരുടെ കൂടെ അംഗബലമില്ല, പടക്കോപ്പുകളില്ല, പടക്കുതിരകളില്ല, പടച്ചട്ടകളില്ല. എങ്ങനെയാണ് വലിയ സൈന്യം? ഇവരുടെ 3 ഇരട്ടിയുണ്ട്, 300ന്റെ 3 ഇരട്ടിയുണ്ട്. 3 ഇരട്ടിയുമായി വരുന്ന യോദ്ധാക്കളായ ആയുധങ്ങളുമായി കടന്നു വരുന്ന ആ ശത്രുക്കളോട് ഞങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും? ഞങ്ങളില്ല എന്ന് പറഞ്ഞ് അവരുടെ കൽബിനകത്ത് ചൂടില്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധമായ ഇസ്ലാം നമ്മൾക്ക് ലഭിക്കുമായിരുന്നില്ല. തിത്തിരി പക്ഷിയുടെ കൽബിനകത്തുള്ള ചൂടാണ്, ആവേശമാണ്, ആ എന്തൂസിയാസമാണ്, എനർജറ്റിക് ആയിട്ടുള്ള അവരുടെ ചിന്തകളാണ്. ആയിരങ്ങളാണെങ്കിൽ 1000, 10000ങ്ങളാണെങ്കിൽ 10000, ഞങ്ങളുള്ളവർ വെച്ച് അവരോട് പോരാടുമെന്നുള്ള അവരുടെ ഡിറ്റർമിനേഷനാണ് ആയിരങ്ങളെ തോൽപ്പിച്ചോടിച്ചത്. ആ ഒരു ഡിറ്റർമിനേഷൻ പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും ഞങ്ങൾ തോറ്റുകൊടുക്കൂല, ഒരാൾക്കും ഞങ്ങൾ അടിമപ്പണിയെടുക്കൂല, ഞങ്ങൾ ദീനിന്റെ കാവൽ ഭടന്മാരാകുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കുണ്ടാവേണ്ടത്. നാവക് ഹേ മുസൽമാൻ ഹദഫ് ഉസ്കാ ഹേ സുറയ്യ, നാവക് ഹേ മുസൽമാൻ ഹദഫ് ഉസ്കാ ഹേ സുറയ്യ, ഹേ സിർറെ സറാ പർദേ ജാൻ നുക്താ മിഅറാജ്. नावक है मुसलमान हदफ उसका है सुरैया, है सिर्रे सरा पर्दे जान नुक्ते मिअराज. അല്ലാമാ ഇഖ്ബാലിന്റെ 3ാമത്തെ വരിയാണിത്. മുസൽമാൻ എന്ന് പറയുന്നത് അസ്ത്രങ്ങളാണ്, അമ്പുകളാണ്. മുസ്ലിം എന്ന് പറയുന്നത് നാവക് ഹേ മുസൽമാൻ, മുസൽമാൻ നാവക് ഹേ, മുസൽമാൻ അസ്ത്രങ്ങളാണ്.
മുസൽമാൻ അമ്പുകളാണ്. ആ അമ്പുകളുടെ ലക്ഷ്യം ഏതെങ്കിലും മരങ്ങളല്ല, ആ അമ്പുകളുടെ ലക്ഷ്യം പറന്നു പോകുന്ന പക്ഷികളല്ല. ഹദഫ് ഉസ്കാഹേ സുറയ്യ, സുറയ്യ എന്ന് പറയുന്ന നക്ഷത്രമാണ് ആ അമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളായ നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും കൊച്ചു കൊച്ചു ലക്ഷ്യങ്ങളാവാൻ പാടില്ല. ആകാശങ്ങളെ കീഴടക്കണമെന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടാവേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഏകദേശം ക്രിസ്താബ്ദം 850 ശേഷമാണല്ലോ മഹാനായ അബുൽ അബ്ബാസ് ഫർനാസ് എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ ഇസ്ലാമിലെ പ്രഗൽഭനായ പണ്ഡിതൻ ഏകദേശം 10-15 മിനിറ്റോളം നേരം വായുവിലൂടെ പറന്നത്. റൈറ്റ് സഹോദരന്മാര് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനു മുമ്പേ, റൈറ്റ് സഹോദരന്മാര് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നത് 1000 ചില്ലാനം വർഷങ്ങൾക്ക് ശേഷമാണ്. ഏകദേശം 1500കളിലോ 1600കളിലോ ആണ് ഇവരെ ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന്റെയും 500 വർഷങ്ങൾക്ക് മുമ്പേ ആര് ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആരിൽ നിന്ന്? മുസ്ലിമീങ്ങളിൽ നിന്ന്. അബുൽ അബ്ബാസ് ഫർനാസ് എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരാൾ, പ്രിയപ്പെട്ടവരെ, ഒരു സയന്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ശിരസാവഹിച്ച് അതിൽ നിന്ന് ഊർജം കണ്ടെത്തി അവരുടെ കൽബിലേക്ക് ആ ചൂട് കടന്നിട്ട് അവര് 15 മിനിറ്റ് നേരം പറന്നു പോയിട്ടുണ്ട്, വായുവിലൂടെ പറന്നിട്ടുണ്ട്. എപ്പോഴാണ് പറന്നതെന്നറിയോ? ജുമഅ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ട് മഅമൂമായി വന്ന വിശ്വാസികളോട് പറഞ്ഞു, ഞാനൊരു സയന്റിഫിക്കൽ ഒരു ഇന്നോവേഷൻ കാണിക്കാൻ പോവുകയാണ്, പുതിയൊരു കണ്ടുപിടുത്തം കാണിക്കാൻ പോവുകയാണ്. അങ്ങനെ വിശ്വാസികളായ ആളുകളോട്, പള്ളിയുടെ ഉസ്താദാണ് സയൻസിന് നേതൃത്വം നൽകുന്നത്, പള്ളിയുടെ ഉസ്താദാണ് സയൻസിന് നേതൃത്വം നൽകുന്നത്. ഇന്ന് പള്ളിയുടെ ഉസ്താദുമാർ സയൻസ് പഠിക്കരുത് എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറി. ഉസീ ഖുർആൻ മേ ഹേ അബ് തർകേ ജഹാൻ കി താലീം ജിസ്നെ മുഅ്മിൻ കോ ബനായാ മഹോ പർവീൻ കാ അമീർ. മറ്റൊരു വരിയാണ് അദ്ദേഹത്തിന്റെ. ഉസീ ഖുർആൻ മേ ഹേ അബ് തർകേ ജഹാൻ കി താലീം. ഈ പറയപ്പെട്ട ഖുർആനിൽ തന്നെയാണ് ദുനിയാവിന്റെ സുഖങ്ങളെല്ലാം വെടിഞ്ഞിട്ട് പള്ളിയുടെ മെഹ്റാബിൽ തസ്ബീഹ് മാല പിടിച്ച് ഇരിക്കണമെന്നുള്ള മെസ്സേജ് ഉള്ളത്. ഇസീ ഖുർആൻ മേ ഹേ അബ് തർകേ ജഹാൻ കി താലീം. ദുനിയാവിന്റെ വികസനങ്ങളിൽ നമ്മൾക്ക് പങ്കില്ല, ഇവിടെയുണ്ടാകുന്ന വിപ്ലവങ്ങളിൽ നമ്മൾക്ക് പങ്കില്ല. മുസ്ലിമീങ്ങൾ അതിനോടൊന്നും ചേർന്ന് നിൽക്കേണ്ടവരല്ല. നമ്മളൊരു ഖുർആനും ഹദീസും പഠിച്ച് ഏതെങ്കിലും പള്ളിയിൽ വാദ പറയേണ്ടവരാണ്. MBBS മേഖലയിൽ നമ്മൾ വേണ്ട, എഞ്ചിനീയറിംഗ് മേഖലയിൽ നമ്മൾ വേണ്ട, സിവിൽ സർവീസ് മേഖലയിൽ നമ്മൾ വേണ്ട, അഡ്വക്കേറ്റുമാരായിട്ടുള്ള LLB-യും LLM-ഉം പഠിക്കുന്നവരിൽ നമ്മൾ വേണ്ട. അങ്ങനെ വെറും ഒരു മതം മാത്രം പഠിക്കുന്നവരായി മതി എന്ന ചിന്താഗതി എവിടെ നിന്നാണ് ഇന്നത്തെ പണ്ഡിതന്മാരെടുത്തത്? ഉന്നതങ്ങളിലേക്ക് പറക്കുന്ന റൈറ്റ് സഹോദരന്മാര് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നതിനു മുമ്പേ നമ്മൾ ഫ്ലൈറ്റ് കണ്ടുപിടിക്കണമായിരുന്നു. നമ്മുടെ അനാസയാണ്, നമ്മുടെ അശ്രദ്ധയാണ്. കാരണം നമ്മൾക്ക് പറയാനുള്ളൊരു പിതാവുണ്ട്. നമ്മൾ ആരാണ് ഫ്ലൈറ്റിന്റെ പിതാവെന്ന് ചോദിക്കുമ്പോ പറയുന്നത് തന്നെ റൈറ്റ് സഹോദരന്മാരെന്നാണ്. എന്നാൽ അവർക്കും മുമ്പ് 15 മിനിറ്റോളം വായുവിൽ പറക്കാനുള്ള ഒരു ശ്രമം നടത്തിയ അബുൽ അബ്ബാസ് ഫർനാസ് നമ്മുടെ പിതാവാണ്, മുസ്ലിമാണ്, പള്ളിയുടെ ഇമാമായിരുന്നു. എവിടെ നിന്നാണ് ഊർജം കിട്ടിയത്? പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണ്. ആ ഊർജം നമ്മൾ ഫോളോ ചെയ്ത് അതിന് തുടർച്ചയായി പഠനവും റിസർച്ചും നടത്തി ഒരു 100 വർഷത്തിനുള്ളിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടെത്തണമായിരുന്നു ഫ്ലൈറ്റ്. പക്ഷേ തെരേ സൂഫേ അഫ്റംഗി തെരേ ഖാലേ ഇറാനി ലഹോ മുജ്കോ റുലാത്തി ഹേ ജവാനോ കി തനാസാനി. സുഖലോലുപത വന്നപ്പോ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം മടിയന്മാരായി മാറി. നമ്മളിരിക്കുന്ന കസേര, നമ്മളിരിക്കുന്ന സോഫാ സെറ്റ് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഫർണിച്ചറുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്. പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന, ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ കാർപ്പറ്റിലൂടെയാണ് നമ്മൾ നടക്കുന്നത്, പരവതാനിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇത്രയൊക്കെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം നമ്മൾക്കുണ്ടായിട്ട് ലഹോ മുജ്കോ റുലാത്തി ഹേ ജവാനോ
നോക്കി തനാസാനി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ അലസത കാണുമ്പോൾ കണ്ണിലൂടെ ചോര വരികയാണ്, കണ്ണുനീർത്തുള്ളിയല്ല, ചോര വരികയാണ്. ആരാ പറയുന്നത്? അല്ലാമ ഇഖ്ബാലെ. എപ്പോ? ഏകദേശം 1940കളിൽ ജീവിച്ച അല്ലാമ ഇഖ്ബാല പാടുന്നത്. എന്റെ കണ്ണിലൂടെ കടന്നു വരുന്നത് രക്തത്തുള്ളിയാണ്, കണ്ണുനീർത്തുള്ളിയല്ല. ഇത്രയൊക്കെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായിട്ട്, സൗകര്യങ്ങൾ ഉണ്ടായിട്ട്, അധികാരമുണ്ടായിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതെ അലസന്മാരും മടിയന്മാരുമായി ജീവിക്കുന്നത്. പഠിക്കാൻ നമ്മൾ തയ്യാറല്ല. ആരും പഠിക്കുന്നില്ല. സുഖലോലുപതയിൽ അഭിരമിച്ച് ജീവിക്കാൻ.